അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഇർഷാദിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. ഭിവാണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചില പള്ളികളിൽ വളരെ സ്ട്രിക്റ്റാണ്, താമസം ഒരിക്കലും അനുവദിക്കില്ല മഹാരാഷ്ട്രയിൽ. ആ സമയത്ത് അദ്ദേഹം ബസ് സ്റ്റാൻഡിൽ പോയി ഏകദേശം രാത്രി 10-10:30 ഇർഷാദിൻ്റെ വോയിസ് നമുക്ക് കാണാൻ സാധിച്ചത്. വോയിസ് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ പവർ ബാങ്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചില കോൺടാക്ട്സ് ഒക്കെ നമുക്ക് ഇർഷാദിനുണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഈ യാത്രയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടിങ്ങിൽ നിന്നുള്ള ഒരാളെ കിട്ടി, അബൂക്ക എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് പിന്നെ നമ്മുടെ ഇർഷാദിനെ അവിടുന്ന് പൊക്കി, അവിടുന്ന് അദ്ദേഹത്തെ എടുത്തു, അദ്ദേഹത്തിന് താമസ സൗകര്യം എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി 2 ദിവസം ഇർഷാദ് യാത്രയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് നോക്കാം. ഇനി മഹാരാഷ്ട്രയിൽ നിന്നും ഏകദേശം ഒരു 150 താഴെ ചോടെ 125-130 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ഗുജറാത്തിലേക്ക് എത്താണ് ഇർഷാദിന്. അപ്പോൾ ഇർഷാദിന് 2-3 ദിവസത്തെ യാത്രയും കൂടിയുണ്ട് ഗുജറാത്തിലേക്ക്. നമുക്ക് അപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഇർഷാദിൻ്റെ യാത്രയുമായിട്ടുള്ളത് എല്ലാം ഇൻഷാ അല്ലാഹ് അറിയിക്കുന്നതായിരിക്കും എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ദുആ പ്രത്യേകം വേണമെന്ന് ഇർഷാദ് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അവൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ, റാഹത്തിലാക്കി കൊടുക്കട്ടെ, സഫലമാക്കി കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.